കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഗുരുതര വീഴ്ച. ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതായി ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ് പ്രതികരിച്ചു. പുലർച്ചെ 1:15 കണ്ണൂരിലെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദചാമി മതിൽ ചാടി രക്ഷപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ 5 മണിയോടെ, അതും റോൾ കോളിനായി വിളിച്ചപ്പോൾ. ഇത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് വിവരം പോലീസ് അറിയുന്നത്. കണ്ണൂർ ജയിലിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ജയിൽ ചാട്ടം 4:15-നും 6:30-നും ഇടയിലെന്ന്. എന്നാൽ ഗോവിന്ദചാമിയുടേതായി ആദ്യം പുറത്തുവന്ന CCTVയിലെ സമയം പുലർച്ചെ 3:29. ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നിരിക്കെ ജയിലിനകത്ത് നിന്ന് ഉൾപ്പെടെ സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുറത്തു നിന്നും അകത്തു നിന്നും സഹായം ലഭിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണം. ഇപ്പോൾ നമ്മുടെ വിശദമായി അന്വേഷണത്തിൽ പോകുന്നുണ്ട്. ഏതേത് ഉദ്യോഗസ്ഥരുടെ ഭാഗം നിന്നും വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ വിരുദ്ധമായി നടപടി വരും. DIG പറയൂ, മൂന്ന് ഉദ്യോഗസ്ഥൻ പുള്ളി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ എങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിന്നും സപ്പോർട്ടാണോ ഉള്ളിൽ നിന്നും സപ്പോർട്ടാണോ അത് DIG വിശദമായി ഇവിടെ നോക്കുന്നുണ്ട്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 68 സെല്ലുകളുള്ള 10-ാം ബ്ലോക്ക് ബിയിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത്. 10-ാം ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗോവിന്ദചാമി 2 മതിലുകളാണ് ചാടിക്കടന്നത്. ആദ്യ മതിൽ ചാടാൻ സെല്ലിലെ കുടിവെള്ള കന്നാസ് ഉപയോഗിച്ചെന്നാണ് മൊഴി. ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള 7 മീറ്റർ ഉയരമുള്ള പുറം മതിൽ ഒറ്റക്കൈനായ ഗോവിന്ദചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.